ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PrettyThings. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ബ്ലൂബെറി പോപ്സിക്കിളാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെല്ലൈക്കൺ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ പ്രസ് ചെയ്താൽ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ബ്ലൂബെറി പോപ്സിക്കിൾ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് ബ്ലൂബെറി, പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് മിൽക്ക്, പിന്നെ കോക്കനട്ട് ക്രീം, പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര, പിന്നെ ഫ്ലേവറിന് വേണ്ടി നമുക്ക് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് 2 ലെയർ ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ ലെയറിന് നമുക്ക് വേണ്ടത് കോക്കനട്ട് മിൽക്കും കോക്കനട്ട് ക്രീമുമാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു 1/2 കപ്പ് കോക്കനട്ട് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് കോക്കനട്ട് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ടിന്നിൽ വരുന്ന കോക്കനട്ട് മിൽക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 സ്പൂൺ പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്ക് ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വാനില പൗഡർ ഇട്ട് കൊടുക്കാം. കോക്കനട്ടും വാനില ഫ്ലേവറും തമ്മിലുള്ള കോമ്പിനേഷൻ നല്ല കിഡുവാണ്. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് വീണ്ടും ഇത് നന്നായി മിക്സ് ചെയ്ത് പോപ്സിക്കിൾ മോൾഡിലേക്ക് മാറ്റാം. പോപ്സിക്കിൾ മോൾഡിൽ ഒഴിക്കുമ്പോൾ പകുതി ഭാഗം ഫിൽ ചെയ്താൽ മതിയാവും. പകുതി നമുക്ക് ബ്ലൂബെറി ഫില്ലിംഗ് കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ 1/2 ഭാഗം ഫിൽ ചെയ്ത് എല്ലാ പോപ്സിക്കിളും വെക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 6 പോപ്സിക്കിൾ 1/4 ഭാഗം ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിലോട്ട് മാറ്റാം. ഇതൊന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് ബ്ലൂബെറി ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് ബ്ലൂബെറിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വെള്ളമൊഴിക്കാതെ അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ്സ് വേവിക്കുക. അപ്പോഴേക്കും ബ്ലൂബെറി നല്ല സോഫ്റ്റായി വാട്ടർ റിലീസ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് ഇത് ഒന്ന് ഉടച്ചെടുക്കണം. ഞാൻ ഒരു തവി കൊണ്ട് നന്നായി ഉടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കുകയും ആവാം. ബ്ലൂബെറിക്ക് സീഡില്ലാത്തതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. ഇപ്പോൾ കണ്ടു, നന്നായി ജ്യൂസ് റിലീസ് ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചു നേരം ചൂടാറാൻ വെക്കണം. അപ്പോഴേക്കും നമ്മളുടെ കോക്കനട്ട് ലെയർ പകുതി സെറ്റായിട്ടുണ്ടാവും. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഈ ബ്ലൂബെറി മിക്സ്ചറിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്ത് പോപ്സിക്കിളിൽ ഒഴിച്ചു കൊടുക്കണം.
ഇപ്പോൾ കണ്ടോ, നന്നായി കുറുകി പൾപ്പ് രൂപത്തിലായിട്ടുണ്ട്. ഇത് ഹാഫ് സെറ്റായ കോക്കനട്ട് മിക്സ്ചറിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് കോക്കനട്ട് മിക്സ്ചറിലേക്ക് ഇറങ്ങി ഒരു പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ടൂത്ത് പിക്ക് എടുത്ത് അതിൻ്റെ സൈഡിൽ നന്നായി കുത്തി കൊടുക്കാം. അപ്പോൾ പകുതി സെറ്റായ കോക്കനട്ട് മിക്സ്ചറിൻ്റെ കൂടെ ബ്ലൂബെറി ഒലിച്ചിറങ്ങി നല്ലൊരു പാറ്റേൺ ഉണ്ടാകും. എല്ലാം സെറ്റായി കഴിയുമ്പോൾ നമ്മൾ പുറത്തെടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ ബാക്കിയുള്ള 6 പോപ്സിക്കിൾ കൂടി ഫിൽ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഒരു 2 to 3 hours ഫ്രീസറിൽ സെറ്റാക്കാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 hours കഴിഞ്ഞ് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. മോളാണ് എക്സൈറ്റഡ് ട്രൈ ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ പോപ്സിക്കിൾ മോൾഡിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടി ഒരു വലിയ പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് നമുക്ക് പോപ്സിക്കിൾ മോൾഡിൽ നിന്ന് വെടിച്ചെടുക്കാം. നോക്കൂ, നമ്മുടെ ബ്ലൂബെറി പോപ്സിക്കിൾ അടിപൊളിയായിട്ടില്ലേ? കാണാൻ മാത്രമല്ല ടേസ്റ്റിലും ഇത് അടിപൊളിയാണ്. നമ്മൾ ടൂത്ത് പിക്ക് കൊണ്ട് കുത്തിയ കാരണം കുറച്ച് ഭാഗത്ത് ഒലിച്ചിറങ്ങിയിരിക്കുന്നത് കണ്ടോ? വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി റെസിപ്പീസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയാവുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും അതിൽ എത്ര അളവിലാണ് നമ്മൾ എല്ലാം ചേർത്തിരിക്കുന്നതെന്നും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ തന്നെ 6 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഈ 6 പോപ്സിക്കിളിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു പോപ്സിക്കിളിന് 1 ടീസ്പൂൺ പഞ്ചസാരയേ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടേസ്റ്റി ബ്ലൂബെറി കോക്കനട്ട് പോപ്സിക്കിൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കറിയാൻ പറ്റും നിങ്ങൾ ട്രൈ ചെയ്തോ ഇഷ്ടപ്പെട്ടോ എന്ന്. If you enjoy this video, please like, comment, subscribe and share. Thank you for watching.